ഒരു വേക്കൻസിയാണ് വന്നത്, ഒരൊറ്റ വേക്കൻസി ആയിരുന്നു. അപ്പം ഇന്ന് രാവിലെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഇപ്പോൾ 10-12 ആൾക്കാരോളം എത്തിയിട്ടുണ്ടായി. പക്ഷേ ആ ഒരൊറ്റ വേക്കൻസി എനിക്കാണ് കിട്ടിയേ. നമുക്ക് ഒരു കോഴ്സ് ക്വാളിഫൈഡ് ആകാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ക്വാളിഫൈഡ് ആയ കോഴ്സ് കൊണ്ട് നമുക്കത് പ്രൊഫഷണലി നമുക്ക് നമ്മുടെ ഒരു ലൈഫിൽ അടുത്ത ലെവലിലേക്ക് മൂവ് ഓൺ ചെയ്യാൻ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് അത് ഞാൻ പറയുന്നത് എനിക്ക് ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ പറ്റിയത് കൊണ്ട് മാത്രം. അവർക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. നമ്മൾ പഠിച്ചിരുന്ന എൻവയോൺമെൻറ്റൽ ഡെവലപ്മെൻറ്റ്, മൈക്രോ ഇതിനകത്തൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷെ അതിനകത്തൊക്കെ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയത് ഓൺലി ബിക്കോസ് ഓഫ് ആപ്പിൾബി എന്ന് ഞാൻ പറയും. ആ ഇൻ്റർവ്യൂവിൽ മെറിറ്റ് നമ്പർ 1 വന്നിട്ടാണ് റിച്ചയ്ക്ക് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ ഒരു ഹയസ്റ്റ് പൊസിഷനിലേക്ക് വരാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റി, പെർഫോം ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ആ പോസ്റ്റിലോട്ട് എന്നെ അവർ സെലക്ട് ചെയ്ത് റാങ്ക് 1. പേഴ്സണലി കുറേ ബുദ്ധിമുട്ടുകൾ വരുന്നൊരു സമയം ഉണ്ടാകും നമുക്ക് ചില സമയങ്ങളിൽ. അതിനെയെല്ലാം വളരെ ബോൾഡായിട്ട് നമ്മൾ തരണം ചെയ്ത് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു റിഫൈൻമെൻ്റ് ഉണ്ട്, നമ്മളെന്ന വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട്. അതാണ് ഇപ്പോൾ റിച്ചയിലുള്ളത്. അത് ഇനി ഇദ്ദേഹത്തിൻ്റെ ജോലി കിട്ടുന്ന സിറ്റുവേഷൻ, നമ്മൾ 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ ആളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആൾ നിൽക്കുന്ന പൊസിഷൻ എന്നുള്ളത് ഉറപ്പായിട്ട് നമ്മൾ ഇന്ന് നടന്നു പോയ നമ്മുടെ വഴികൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനോട് പറഞ്ഞു തരാനുണ്ടായിരിക്കും. ഹായ്, വീണ്ടും നമുക്ക് ആസ് യൂഷ്വൽ റിസൾട്ടിൻ്റെ വീഡിയോ തന്നെയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന നമ്മുടെ സ്റ്റുഡൻറ്റ് റിച്ച എക്കണോമിക്സിൽ ഇവിടുന്ന് പഠിച്ച് ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ക്വാളിഫൈഡ് ആയിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനവിടെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമുക്ക് ഒരു കോഴ്സ് ക്വാളിഫൈഡ് ആകാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ക്വാളിഫൈഡ് ആയ കോഴ്സ് കൊണ്ട് നമുക്കത് പ്രൊഫഷണലി നമുക്ക് നമ്മുടെ ഒരു ലൈഫിൽ അടുത്ത ലെവലിലേക്ക് മൂവ് ഓൺ ചെയ്യാൻ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്ത് നമുക്ക് ഓപ്പൺ മെറിറ്റിൽ വലിയ രീതിയിലേക്കുള്ള കോമ്പറ്റീഷൻ വരുമ്പോൾ ഇൻ്റർവ്യൂസിലെ നമ്മുടെ പെർഫോമൻസ് ആൻഡ് ദെൻ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇപ്പം റിച്ച ഇപ്പം ക്വാളിഫിക്കേഷൻ ആയതിനു ശേഷം ഇവിടെ സെൻറ്റ് തോമസ് കോഴഞ്ചേരിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ റീസെൻ്റ്ലി ആണ് ആൾക്ക് അവിടെ അപ്പോയിൻമെൻ്റ് ആയിരിക്കുന്നത്. ഒരൊറ്റ വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. ആ വേക്കൻസിയിൽ നിന്ന് അത്രയും ആൾക്കാർ ഇൻ്റർവ്യൂവിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനു ശേഷം ആ ഇൻ്റർവ്യൂവിൽ മെറിറ്റ് നമ്പർ 1 വന്നിട്ടാണ് റിച്ചയ്ക്ക് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ ഒരു ഹയസ്റ്റ് പൊസിഷനിലേക്ക് വരാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഈ വോയിസ് ക്ലിപ്പ് അവിടെ കേൾക്കാൻ പറ്റും. ഹലോ സാർ, ഒരു വേക്കൻസി വന്നായിരുന്നു ഗസ്റ്റ് ലെക്ചറിന് വേണ്ടി സെയിൻറ്റ് തോമസ് കോളേജ് കോഴഞ്ചേരിയിൽ. അപ്പം അവിടെയും ഞാൻ ഇങ്ങനെ ഒരു വേക്കൻസിയാണ് വന്നത്, ഒരൊറ്റ വേക്കൻസി ആയിരുന്നു. അപ്പം ഇന്ന് രാവിലെ ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ 10-12 ആൾക്കാരോളം എത്തിയിട്ടുണ്ടായി. പക്ഷേ ആ ഒരൊറ്റ വേക്കൻസി എനിക്കാണ് കിട്ടിയേ. ആൻഡ് അത് ഞാൻ പറയുന്നത് എനിക്ക് ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ പറ്റിയത് കൊണ്ട് മാത്രം. അവർക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. നമ്മൾ പഠിച്ചിരുന്ന എൻവയോൺമെൻറ്റൽ ഡെവലപ്മെൻറ്റ്, മൈക്രോ ഇതിനകത്തൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷെ അതിനകത്തൊക്കെ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയത് ഓൺലി ബിക്കോസ് ഓഫ് ആപ്പിൾബി എന്ന് ഞാൻ പറയും. എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റി, പെർഫോം ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ആ പോസ്റ്റിലോട്ട് എന്നെ അവർ സെലക്ട് ചെയ്ത് റാങ്ക് 1. അതുകൊണ്ട് സർ ഞാൻ നാളെ ജോയിൻ ചെയ്യുക. അപ്പോൾ സാറിൻ്റെ ബ്ലെസ്സിങ്സ് വേണം. അപ്പം ഈ ഒരു ഹാപ്പിനെസ് സാറുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുക. ബിക്കോസ് ഇതെല്ലാം ഇസ് ഓൺലി ആൻഡ് ഓൺലി പോസിബിൾ ഓൺലി ബിക്കോസ് ഓഫ് ആപ്പിൾബി. ഞാനിപ്പോൾ എപ്പോഴും കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഓപ്പൺ മെറിറ്റിൽ നമ്മൾ പോയിട്ട് കോമ്പീറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സബ്ജക്റ്റ് നോളജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? അപ്പോൾ ആ വോയിസിൽ റിച്ച വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടുന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി ആൻസേഴ്സ് പറയാൻ പറ്റി. ഇത് പറയുമ്പോൾ എനിക്ക് ആ ഒരു റിച്ചയുടെ സ്റ്റോറി അത് കുറച്ച് ഏതാ പറയുന്നത് ഒരേപോലത്തെ ഇൻസ്പിറേഷണലാണ്, എന്നാൽ അറ്റ് ദ സെയിം ടൈം കുറച്ചത് സ്ട്രഗ്ലിങ്ങും ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുന്ന, ഒരുപാട് എഫേർട്ട് എടുക്കുന്ന, ഉറപ്പായിട്ടും JRF കൂടി ഒരു ഡൗട്ടും ഇല്ലാതെ ക്വാളിഫൈഡ് ആവുമെന്ന് എനിക്ക് 100% ഉറപ്പുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു റിച്ച. ഇപ്പോൾ ഞാൻ പറയുന്നു, ഇനി
ഇവിടുത്തെ ഒരു റിസൾട്ട് അപ്ഡേഷനിൽ 100% ഉറപ്പുള്ള കാര്യമാണ്, റിച്ചയുടെ JRF അച്ചീവ്മെൻറ്റുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. കാരണം അത്രത്തോളം ക്വാളിറ്റിയുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് അറിയാവുന്ന ഒരു ആളാണ് റിച്ച. ഓക്കെ, റിച്ചയുടെ സ്റ്റോറിയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ജൂണിൽ 24 ജൂണിൽ ഒരു എക്സാം ക്യാൻസൽ ആവുന്നുണ്ട്. ഓക്കെ, ആ ക്യാൻസൽ ആകുന്ന എക്സാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഹയസ്റ്റ് പെർസെൻറ്റേജ്, അതായത് നിയറിങ് 80%, 80% അടുത്ത് സ്കോർ ഉണ്ടായിരുന്ന JRF ഉറപ്പിച്ച സ്റ്റുഡൻ്റ് ആയിരുന്നു റിച്ച. അത്രത്തോളം ആ ടൈമിൽ ആൾ വർക്ക് ചെയ്തിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പം എക്സാം കഴിയുന്നു, നല്ല പെർസെൻറ്റേജ് മാർക്കുണ്ട്, എല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആണ്. റിച്ചയ്ക്കാണെങ്കിൽ പോലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു 80% അടുത്ത ആ ടൈമിൽ ക്യാൻസൽ ചെയ്ത എക്സാമിൽ റിച്ചയ്ക്ക് മാർക്കുണ്ട് എന്നുള്ളതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ കുറച്ച് ഇവൻറ്റ്സ് അവിടെ വന്നു, എക്സാം ക്യാൻസലായി. ഓക്കെ, നമുക്കറിയാമല്ലോ, നമ്മൾ അത്രത്തോളം വർക്ക് ചെയ്ത് അത്രത്തോളം എഫേർട്ട് എടുത്ത് നിൽക്കുന്ന ഒരു ഗിവൺ സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനത്തെ അൺഫോർച്ചുനേറ്റ് ഇവൻറ്റ്സ് ഒക്കെ നമ്മുടെ ലൈഫിൽ വന്നു കഴിയുമ്പോഴത്തേനും എല്ലാവർക്കും അത് ചിലപ്പം ഒരേപോലെ ആയിരിക്കണം എന്നില്ല അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത്. റിച്ചയെ സംബന്ധിച്ച് അത് കുറച്ച് ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു എന്ന് മാത്രമല്ല, പിന്നീട് ഒരു ബ്രേക്കൊക്കെ എടുത്തതിന് ശേഷമാണ് ആൾ നന്നായിട്ട് പഠിച്ച് ഇപ്പോൾ ഇത് ക്വാളിഫൈഡ് ആയിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അത്രയും നന്നായിട്ട് പഠിച്ച് 80% അടുത്ത് സ്കോർ ചെയ്തിട്ട് ആ പ്രാവശ്യം എക്സാം ക്യാൻസൽ ചെയ്തുകൊണ്ട് മാത്രം JRF മിസ്സായ ആളാണ് റിച്ച എന്ന് പറയുന്നത്. പിന്നീട് അതേ എൻത്യൂസിയാസോട് കൂടി ഒരു ബ്രേക്ക് കഴിഞ്ഞ ശേഷം ആൾ വീണ്ടും വന്നു. ഓക്കെ, പ്രിപ്പറേഷൻസ് ചെയ്തു, നന്നായിട്ട് പഠിച്ചു വരുന്നു, ഇപ്പോൾ ഇത് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആളുടെ ഞാൻ എപ്പോഴും ആളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു സ്ട്രഗിളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ സബ്ജക്റ്റ് നോളജ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും വേണ്ട ആവശ്യമുള്ളൊരു സമയത്തായിരിക്കും നമ്മുടെ ആ സ്ട്രഗിൾ നമുക്ക് സ്ട്രെങ്ത് വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ റിച്ചയെ സംബന്ധിച്ച് എനിക്ക് ഉറപ്പായിട്ട് അറിയാവുന്നൊരു കാര്യമുണ്ട്, റിച്ച ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വലിയ രീതിയിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് സബ്ജക്റ്റിൽ ആളുടെ നോളജ് വളരെ കൂടുതലായി. ഇപ്പം അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പിറ്റേറ്റീവായിട്ട് ഇങ്ങനെ പഠിച്ചു വരികയാണ്. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ അത്രയും നാളുകളായിട്ട് ഇങ്ങനെ പഠിച്ചു വന്നിരിക്കുന്ന ഒരാളായതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഡിസർവിങ് ആയിട്ടുള്ള ചില സാധനങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പോഴും വീണ്ടും അതിൽ നിന്ന് ഡീമോട്ടിവേഷനൊക്കെ നമുക്ക് തോന്നിക്കഴിഞ്ഞാലും വീണ്ടും അതിനേക്കാളും വാശിയോടുകൂടി തിരിച്ചു വന്ന് വീണ്ടും പഠിച്ച് ക്വാളിഫൈഡ് ആകാൻ കാണിക്കുന്ന ഒരു എഫേർട്ട് ആൾക്ക് കൊടുത്തൊരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിയാണ് ഇപ്പോൾ അവിടെ ഒരു ഇൻ്റർവ്യൂ വന്നു കഴിയുമ്പോഴത്തേനും ആൾക്ക് ഇമ്മീഡിയറ്റ്ലി ഓപ്പൺ മെറിറ്റിൽ ഒന്നാമതിലേക്ക് അവിടെ എത്താനായിട്ട് സാധിച്ചു. അപ്പോൾ റിച്ചയ്ക്ക് ഇപ്പോൾ ഉള്ള സബ്ജക്റ്റ് നോളജ്, അത് റിച്ചയുടെ നാളെ വരുന്ന ദിവസങ്ങളിൽ റിച്ചയ്ക്ക് നല്ല രീതിയിലേക്ക് അത് JRFലേക്ക് വരാനും അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ അപ്പോയിൻമെൻറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേനും കാരിയറിൽ വലിയ രീതിയിലേക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും ആ സബ്ജക്റ്റ് നോളജ് റിച്ചയെ ഹെൽപ്പ് ചെയ്യും. ഇത് ഞാൻ പല പ്രാവശ്യം ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത്. അപ്പോൾ സബ്ജക്റ്റ് നോളജ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ആ സ്ട്രഗിൾ വഴി കിട്ടിയൊരു ഫോമാണ് എന്നുള്ളതാണ് ആക്ച്വലി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ തന്നെ അവിടെ ആ ഇൻ്റർവ്യൂ മെറിറ്റ് നമ്പർ 1 വന്നിരിക്കുന്നത്, അതിൻ്റെ ബേസിക് റീസൺ സബ്ജക്റ്റ് നന്നായിട്ട് അറിയാം എന്നുള്ളത് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഇപ്പം റിച്ച പഠിപ്പിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ട് എനിക്ക് പറയാൻ പറ്റും, അത്രത്തോളം ക്വാളിറ്റിയിൽ ആൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഡെലിവറി ചെയ്ത് തരും. കാരണം അതിനുള്ള നോളജ് ആ പേഴ്സൺ ഉണ്ട്, അത്രത്തോളം അത് രീതിയിലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു വിഷൻ ആപ്പിൾവീട് പറയുന്നത് എപ്പോഴും അത് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, നമുക്ക് ഇവഞ്ച്വലി നമുക്കത് പ്രൊഫഷണലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം, നമുക്ക് ജോലി കിട്ടണം നമുക്ക് എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാനായിട്ട് വലിയ രീതിയിലേക്ക് നമുക്കത് സാധിക്കുന്നുണ്ട്. അതിപ്പം റിച്ച മാത്രമല്ല, ഒരുപാട് പേർക്ക് ഈ ഗവൺമെൻറ് ഗസ്റ്റായിട്ടും ഏത് ഇൻ്റർവ്യൂവിൽ ചെന്നെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ഇൻ ഡെപ്തായിട്ട് നമ്മൾ അവരെ സബ്ജക്റ്റ് അവരെ പഠിപ്പിച്ചത് വിടുന്നതുകൊണ്ടാണെന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പറയുകയാണ്, റിച്ചയുമായിട്ട് ബന്ധപ്പെട്ട വീണ്ടും ഒരു വീഡിയോ ഞങ്ങൾ വരും ചെയ്യും, അത് JRF അച്ചീവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ അത് പഠിപ്പിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ വീണ്ടും സെൽഫ് പ്രിപ്പറേഷനാണ്. ലാസ്റ്റ് ടൈമൊക്കെ അത് ചില മൈന്യൂട്ടായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ചില റീസൺസ് കൊണ്ടാണ് JRF ആണെന്ന് വഴുതി പോയിരിക്കുന്നത്. അത് ആൾ പഠിക്കാത്തതുകൊണ്ട് പ്രിപ്പയർ ചെയ്യാത്ത അങ്ങനത്തെ ഗിവൺ സിറ്റുവേഷൻസ് കൊണ്ടൊന്നുമല്ല, ജസ്റ്റ് മാറ്റർ ഓഫ് ടൈമാണ്. വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് താമസിക്കാതെ തന്നെ വരും. ആ ഒരു സമയത്ത് നമുക്കത് വീണ്ടും ഡിസ്കസ് ചെയ്യാവുന്നൊരു കാര്യം തന്നെയാണ്. അപ്പം റിച്ച ഒരു റോൾ മോഡലാണ്, വളരെ നന്നായിട്ട് എഫക്റ്റീവായിട്ട് എടുത്ത് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചതിന് ശേഷവും നമ്മുടെ കയ്യിലില്ലാത്ത ചില കാരണങ്ങൾ കൊണ്ട് ആ എക്സാം അവിടെ എന്ത് ചെയ്യുന്നു, ഓക്കെ, സോ അത് മാറ്റി വെക്കുന്നു, ക്യാൻസൽ ചെയ്തപ്പെടുന്നു പോകുന്നു. 80% മാർക്കുണ്ടെങ്കിലും നമുക്ക് അർഹതപ്പെട്ടൊരു സംഭവം നമ്മളിലേക്ക് ഇല്ലാതെത്തുന്നു. പിന്നീട് നമ്മൾ വിചാരിച്ച പോലെ അടുത്ത എക്സാമിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ വരുന്നു, ബ്രേക്ക് എടുക്കുന്നു, വീണ്ടും ബ്രേക്ക് എടുത്തതിന് ശേഷം വന്നു ക്വാളിഫൈഡ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ ആക്ച്വലി ഓക്കെ ഇപ്പം എനിക്കൊക്കെ ആണെങ്കിലും വലിയ രീതിയിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം റിച്ച ഒരു പെറ്റ് ലവറാണ്. ഓക്കെ, അപ്പോൾ എനിക്കും അത് പറഞ്ഞ് നന്നായിട്ട് മനസ്സിലാവും, എനിക്കും പെറ്റൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതിനെ നമ്മൾ കരിയറിൽ നിന്ന് പരിഗണിക്കുന്നതൊക്കെ നമ്മുടെ ഒരു വീട്ടിലെ ഒരാളെ പോലെയാണ് ബേസിക്കലി. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആ ഒരു
ടൈമിലും റിച്ചയുടെ കൂടെ ഉണ്ടായിരുന്നൊരു പെറ്റ് അത് നഷ്ടപ്പെട്ടു പോകുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇമോഷണലി കുറച്ച് ഡൗൺ ആവുന്നൊരു സാഹചര്യം. അങ്ങനെ പേഴ്സണലി കുറേ ബുദ്ധിമുട്ടുകൾ വരുന്നൊരു സമയം ഉണ്ടാവും നമുക്ക് ചില സമയങ്ങളിൽ. അതിനെയെല്ലാം വളരെ ബോൾഡായിട്ട് നമ്മൾ തരണം ചെയ്ത് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു റിഫൈൻമെൻ്റ് ഉണ്ട്, നമ്മളെന്ന വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട്. അതാണ് ഇപ്പോൾ റിച്ചയിലുള്ളത്. അത് ഇനി ഇദ്ദേഹത്തിൻ്റെ ജോലി കിട്ടുന്നൊരു സിറ്റുവേഷൻ, നമ്മൾ 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ ആളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആൾ നിൽക്കുന്ന പൊസിഷൻ എന്നുള്ളത് ഉറപ്പായിട്ട് നമ്മൾ ഇന്ന് നടന്നു പോയ നമ്മുടെ വഴികൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പറഞ്ഞു തരാനുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇനിയും ഇതേപോലുള്ള ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസസ്, അവരുടെ സ്റ്റോറീസ്, അവരുടെ സക്സസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. ഇപ്പം ഇത് റിച്ച ഇപ്പം ക്വാളിഫൈഡ് ആയിട്ട് ആൻഡ് ദെൻ അതേപോലെ തന്നെ ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് നല്ല രീതിയിലേക്ക് ഗവൺമെൻറ് ഗസ്റ്റിലേക്ക് പോസ്റ്റിലേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, മാമിന് നന്നായിട്ട് സബ്ജക്റ്റ് അറിയാം കേട്ടോ, നിങ്ങൾ നല്ല രീതിയിലേക്ക് നിങ്ങളത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നല്ല ക്വാളിറ്റി റിസോഴ്സ് പേഴ്സൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് എവിടെയാണെങ്കിലും ഒരു അസറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം റിച്ചയ്ക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ആൾ അത്രത്തോളം ഇൻ ഡെപ്തായിട്ട് പഠിച്ച് വന്നിട്ടുണ്ട് കാര്യങ്ങളെന്നുള്ളതാണ്. അർഹതപ്പെട്ടൊരു JRF ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അത് വീണ്ടും ഞങ്ങൾ തിരിച്ചു പിടിക്കുകയും അതിൻ്റെ അപ്ഡേഷൻസ് ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.